മൗല കോഗ്നിഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന കാര്യം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനെ കുറിച്ചാണ്. ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് JDT ഇസ്ലാം ഓർഫനേജും ഹയർ സെക്കൻഡറി സ്കൂളും എല്ലാം അടങ്ങുന്ന കോഴിക്കോട് വെള്ളിമാടുകുന്ന് സിൽവർ ഹിൽസിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്താണ്. അതേപോലെ തന്നെയാണ് കേരളത്തിലെ ഇതര സ്ഥാപനങ്ങൾ നടത്തുന്ന മർക്കസ് ജമാ സഖാഫാത്തി സുന്നിയ, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മുതലായ സ്ഥാപനങ്ങളും. കൂടാതെ ധാരാളം പുതിയ കോഴ്സുകളും കേരളത്തിൽ നടക്കുന്നുണ്ട്. വാഫിയ, ഹാദിയ എന്നൊക്കെ പറഞ്ഞ് ധാരാളം സ്ഥാപനങ്ങൾ ധാരാളം കോഴ്സുകൾ നടത്തുന്നു. മുസ്ലിം സ്ത്രീകളൊക്കെ ഇന്ന്, പെൺകുട്ടികളൊക്കെ ഇന്ന് സെക്യുലർ മതേതര സ്കൂളുകളിൽ പഠിക്കുന്നു, ഇംഗ്ലീഷ് മീഡിയമൊക്കെ പഠിക്കുന്നു. മുൻപ് പണ്ഡിതന്മാർ ഫത്വ നൽകിയിരുന്നത് ഇംഗ്ലീഷ് പിശാചിൻ്റെ ഭാഷയാണ്, അത് പഠിക്കാൻ പാടില്ല, അത് മുസ്ലിമിന് പഠിക്കാൻ ഹറാമാണെന്ന് പറഞ്ഞു. ഇപ്പോഴത് ഹലാലായി. ഇപ്പോഴല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഹലാലായി. അങ്ങനെ കേരളത്തിലൊക്കെ ധാരാളം ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ തുടങ്ങും. സമസ്തയുടെ കീഴിലും ജമാഅത്തുൽ ഇസ്ലാമിക്കാരുടെ കീഴിലും മുജാഹിദുകളുടെ കീഴിലൊക്കെ ധാരാളം സ്കൂളുകളും കോളേജുകളൊക്കെ സ്ഥാപിച്ചു. ഡാർവിൻ്റെ പരിണാമമൊക്കെ പഠിപ്പിക്കുന്ന വിഷയങ്ങളൊക്കെ സ്കൂളിൽ പഠിപ്പിക്കും കേട്ടോ. ഈ മദ്രസകളും മസ്ജിദുകളും നടത്തുന്ന സ്കൂളുകളുണ്ടല്ലോ, ഇസ്ലാമിക സംഘടനകൾ, അവരുടെ ക്ലാസ്സുകളിൽ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, ബയോളജിയിൽ. അത് ഇസ്ലാമിക വിരുദ്ധമാണ്, ശരീഅത്ത് വിരുദ്ധമാണ്. കുരങ്ങൻ പരിണമിച്ചാണ് മനുഷ്യരുണ്ടായെന്ന് വിശ്വസിക്കുന്നത് ശരീഅത്ത് വിരുദ്ധമാണ്. അപ്പം മുസ്ലിങ്ങൾ ശരീഅത്ത് സംരക്ഷണം എന്ന് പറഞ്ഞ് സമ്മേളനങ്ങൾ നടത്തുന്നുണ്ട് മുസ്ലിം സംഘടനക്കാർ. ഞാൻ ഇവരുടെ കാപട്യവും അതേപോലെ ഇരട്ടത്താപ്പും കാണിക്കാൻ വേണ്ടിയാണ് വിഷയം പറയുന്നത്. കാരണം തരീക്കത്തുകാർ, സൂഫികൾ ഏതെങ്കിലും ഷെയ്ഖിനോ അല്ലെങ്കിൽ തരീക്കത്തോ ദിക്റും മജ്ലിസുമായി ഒരു സ്ഥലത്ത് പ്രാർത്ഥനയോ കൂടിയാൽ അവർക്ക് ശരീഅത്തില്ല, ഷെയ്ഖിന് താടി നീണ്ടിട്ടില്ല, താടി ചുരുങ്ങിയതാണ്, മീശ കുറവാണ്, ഷെയ്ഖിന് ചില ഇസ്ലാമിക നിയമങ്ങളൊന്നും അറിയില്ല, അല്ലെങ്കിൽ ചില കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ഇസ്ലാമിക നിയമങ്ങളിലൊന്നും ഷെയ്ഖിന് പ്രാഗൽഭ്യമില്ല, അതായത് പാണ്ഡിത്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ ഫത്വകൾ നൽകും. അപ്പോൾ ഈ പണ്ഡിതന്മാരെന്നും നടിച്ചു നടക്കുന്ന ഈ നടികന്മാരുടെ ചില അവസ്ഥകളാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇന്ന് ആധുനിക യുഗത്തിൽ 2010 ശേഷം ഈ മതസംഘടനക്കാരെല്ലാവരും ഇവരുടെ കുട്ടികളെയും അതേപോലെ ഇവരുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും, അതായത് മതബിരുദങ്ങൾ നേടുന്ന വിദ്യാർത്ഥികളെയൊക്കെ ഇവർ കാംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ലണ്ടനിലൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറഞ്ഞേക്കാണ്. അങ്ങനെ ഇവർ അഭിമാനം കൊള്ളുകയാണ്. അതായത് കാഫിറിൻ്റെ, അവിശ്വാസിയുടെ അടുക്കൽ നിന്ന് ലഭിക്കുന്ന ഇസ്ലാമിക സർട്ടിഫിക്കറ്റിന്, ഇസ്ലാമിക ബിരുദ മാസ്റ്റർ ബിരുദത്തിന്, ബിരുദാനന്തര ബിരുദ സർട്ടിഫിക്കറ്റിന്, സാക്ഷ്യപത്രത്തിന് ഇവരെന്ത് ചെയ്യാണ്, അതിൽ ഇവർ അഭിമാനം കൊള്ളുകയാണ്, അതിലിവർ അഭിമാനിക്കുകയാണ്. അങ്ങനെ അഭിമാനം കൊള്ളുന്ന ഇവർ പെൺകുട്ടികളെ ആൺകുട്ടികളൊക്കെ പറഞ്ഞേക്കുന്നുണ്ട് പഠിപ്പിക്കുക വെസ്റ്റേൺ യൂണിവേഴ്സിറ്റികളിലും. ഇത് ഇപ്പോൾ അടുത്ത് കണ്ടൊരു പോസ്റ്റാണ്. അതിൽ പറയുന്നത് പെൺകുട്ടികൾ അക്ഷരം പഠിക്കൽ മക്രൂഹാണ്, അവർ ആവശ്യത്തിനുള്ള പാരായണം മാത്രം പഠിച്ചാൽ മതി, ഖുർആൻ പാരായണം, അതേപോലെ അത്യാവശ്യത്തിലുള്ള മതകർമ്മങ്ങൾ ചെയ്യാനുള്ള, അതായത് ഇസ്ലാമിലെ 5 കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതി, വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ അടിസ്ഥാന കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അതിനടുക്കൽ അപ്പുറത്തേക്ക് സ്ത്രീകളെ പഠിക്കാൻ പറഞ്ഞേക്കൽ മക്രൂഹ്, അതായത് വളരെ തീരെ യോജിക്കാത്ത കാര്യമാണ്, ഡിസ്ലൈക്ഡ് ആണ്, ഇഷ്ടമില്ലാത്ത കാര്യമാണ്, ഇസ്ലാമിക വിധിപ്രകാരം ഡിസ്ലൈക്ഡ് ആണ്. അപ്പോൾ പിന്നെ സെക്യുലർ വിജ്ഞാനം പഠിപ്പിക്കാൻ പെൺകുട്ടികളെ പറഞ്ഞേക്കുന്നത് ഹറാമാണെന്ന് പറയേണ്ട ആവശ്യമുണ്ടല്ല. അതായത് സെക്യുലർ മോഡേൺ ആധുനിക വിദ്യാഭ്യാസം പെൺകുട്ടികളെ പഠിക്കാൻ പറഞ്ഞേക്കുന്നത് ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം, അതായത് ഈ പണ്ഡിതന്മാരുടെ ശരീഅത്ത് പ്രകാരം ഹറാമാണ്. അത് ഇസ്ലാം ഉപേക്ഷിച്ച ഒരു നാസ്തികനായിട്ടുള്ളൊരു വിദ്യാർത്ഥി ഹുദവി കോളേജിൽ പഠിച്ച, അതായത് ദാറുൽ ഹുദയുടെ ചെമ്മാടുള്ള ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഒരു നാസ്തികനായിട്ടുള്ളൊരു വിദ്യാർത്ഥി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് എസൻസ് ഗ്ലോബലിൽ. അദ്ദേഹം ഇമാം മുഹമ്മദ് റാഖാൻ ബറേൽവിയുടെ ചില ഫത്വകളെ കുറിച്ച് പറയുന്നുണ്ട്. പെൺകുട്ടികൾ ആധുനിക വിദ്യാഭ്യാസം നേടുന്നത് പെൺകുട്ടികൾക്ക് നിഷിദ്ധമാണെന്നൊക്കെയുള്ള വിഷയങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അവരുടെ പ്രഭാഷണത്തിൽ. അപ്പോൾ ഈ നിലക്കെത്തിയിരിക്കുന്നു ഇന്നത്തെ മുസ്ലിം സമൂഹം. അതായത് ഇന്ന് 16 രാജ്യങ്ങളൊക്കെ പോയി പഠിക്കുക, എല്ലാവരും ജോലി ചെയ്യുന്നു, പഠിക്കുന്നു. അപ്പം അങ്ങനെ മാറി വരുന്ന ശരീഅത്താണോ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ നിയമം? ശരീഅത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവിക നിയമമാണത് പറയേണ്ടത്.
അപ്പം ഈസാ നബിയൊക്കെ പറയുന്നുണ്ട് മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ, നിങ്ങൾ ദൈവ നിയമങ്ങളെ നിങ്ങൾ മാറ്റി നിർത്തി നിങ്ങൾ തന്നെ പണ്ഡിതന്മാർ, യഹൂദ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന കൽപ്പനകളെ ദൈവിക നിയമമായി ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ നബിതങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീത്താണ്, നിങ്ങൾക്ക് മുൻപ് വന്ന സമൂഹത്തെ നിങ്ങൾ ഇഞ്ചോടിഞ്ചായി ഞാണോട് ഞാണായി നിങ്ങൾ അനുകരിക്കുകയും ഒരു പല്ലി മാളത്തിൽ കൂടെ പ്രവേശിക്കുന്ന പോലെ അവരതിൽ കൂടെ പ്രവേശിച്ചാൽ നിങ്ങൾ അവരെ അനുഗമിക്കുകയും ചെയ്യും. അതാരാണ് ചോദിച്ചപ്പോൾ ക്രിസ്ത്യാനികളും യഹൂദരുമാണെന്നാണ് നബിതങ്ങൾ പറഞ്ഞത്. അപ്പം മൊത്തം അനുകരണമാണ്. സലഫികളൊന്നും പിന്നിലല്ല. സലഫിസൊക്കെ തന്നെ അടിസ്ഥാനതാണ്. സലഫികളുടെയൊക്കെ ഫത്വ എടുത്ത് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. വളരെ പഴയ നൂറ്റാണ്ടുകളിലുള്ള ഫത്വകളും സ്ത്രീകൾ ആധുനിക വിദ്യാഭ്യാസം നേടാൻ പാടില്ല എന്നൊക്കെ അതിലും കാണാൻ പറ്റും. ജമാഅത്തെ ഇസ്ലാമിൻ്റെ ആശയം അത് തന്നെയാണ്. അതാണ് അഫ്ഗാനിസ്ഥാനിൽ നടപ്പിലാക്കുന്നത്. താലിബാൻ സ്ത്രീകളെ വിദ്യാഭ്യാസം പാടില്ല, സ്കൂളുകളിൽ നിന്നൊക്കെ സ്ത്രീകൾ 10ാം ക്ലാസ്സോ ഒന്നും അതിൻ്റെ മേലെ പഠിക്കാൻ പാടില്ല എന്നുള്ളൊക്കെ നിലക്ക്, 7ാം ക്ലാസ്സിന് മേലെ പെൺകുട്ടികൾ പഠിക്കാൻ പാടില്ല. അതൊക്കെയാണ് താലിബാൻ അവിടെ നടപ്പിൽ വരുത്തുന്നത്. അതായത് താലിബാനിസം ദിയോബന്തി ആശയങ്ങൾ നിറഞ്ഞതാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയൊക്കെ അടുത്ത സംഭവമാണ് ദിയോബന്തി. ആ 18 നൂറ്റാണ്ടുകളിലുള്ള 20ാം നൂറ്റാണ്ട് വരെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഫത്വകളാണ് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ നടപ്പിലാക്കുന്നത്, താലിബാൻ ഗവൺമെൻറ്. അപ്പോൾ കേരളത്തിൽ മൗലാ കോഗ്നിഷനെ എല്ലാവർക്കും കുറ്റം പറയും. മൗലാ കോഗ്നിഷൻ പണ്ഡിതന്മാരെ കുറ്റം പറയുന്നു, തങ്ങന്മാരെ കുറ്റം പറയുന്നു, ജൗഹർ അലി, നക്ഷബന്ദി, അൽ ഹസനി എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നു പറയും, കളിയാക്കുന്നു പറയും. പക്ഷേ നിങ്ങളുടെ ഇരട്ടത്താപ്പും കാവടിയും വെളിച്ചത്ത് കൊണ്ടുവരാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം നിങ്ങൾ നമ്മളെ അറ്റാക്ക് ചെയ്യാണ്. തരീക്കത്തോ ഷെയ്ഖോ ദിക്റോ വരുമ്പോഴേക്ക് നിങ്ങൾ അതിനെതിരെ ഫത്വകൾ ഇറക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് മൗലാ കോഗ്നിഷൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത്. നിങ്ങളുടെ ഇരട്ടത്താപ്പും കാപട്യവും ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങളാണ് നിങ്ങളുടെ പണ്ഡിതന്മാരെ അപമാനിക്കുന്നത്. കാരണം നിങ്ങൾ ഈ പണ്ഡിതന്മാരുടെ ബഹുമാനം കാണിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ സമസ്തയുടെ ആദർശമോ ജമാഅത്തെ ഇസ്ലാമിൻ്റെയോ തബ്ലീഗിൻ്റെയോ ദിയോബന്ദിയുടെ ഒക്കെ ആദർശം, ബറേൽവിയുടെ ഒക്കെ ആദർശം കൊണ്ടെടുക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളത് പാലിക്കണം. നിങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങൾ സെക്യുലർ എഡ്യൂക്കേഷൻ പറഞ്ഞേക്കരുത്. അവർ 7ാം ക്ലാസ് വരെയൊക്കെ മദ്രസ പറഞ്ഞേച്ചാൽ മതി, 5ാം ക്ലാസ് വരെ തന്നെ പറഞ്ഞേച്ചാൽ മതി. അങ്ങനെയാണ് അതിൽ പറയുന്നത്. കാരണം അധികം പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. അപ്പോൾ സ്കൂളിൽ പറഞ്ഞേക്കാൾ സെക്യുലർ മിക്സഡ് എഡ്യൂക്കേഷൻ പറഞ്ഞേക്കാൾ തന്നെ എന്താണ് നിങ്ങളുടെ ഫത്വ പ്രകാരം അത് ഹറാമാണ്. മറുവശത്ത് നിങ്ങൾ ശരീഅത്ത് സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് ജാഥ നടത്തും. അതിലെന്ത് കാര്യമുള്ളത്? എനിക്ക് നേരെ കണ്ട് സംസാരിക്കാൻ താല്പര്യമുണ്ട്. നിങ്ങളുടെ ജിഫ്രിമാരെയും ബറേൽവിമാരെയും അത്താരിമാരെയും സുല്ലമിമാരെയും ബാലുശ്ശേരികളെയും മറ്റുള്ള പുലിശ്ശേരികളെയൊക്കെ കണ്ടൊന്ന് മൗലാ കോഗ്നിഷന് നേരിട്ട് ഒരു ചിറ്റ് ചാറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷെ അത് വീഡിയോയിൽ റെക്കോർഡ് ചെയ്യണം, ലൈവായിട്ട് ജനങ്ങൾ കാണണം ലോകത്തുള്ള. അതേപോലെ തന്നെ ഈ സക്കാഫിമാരെയൊക്കെ ഒന്ന് കണ്ട് മൗലാ കോഗ്നിഷന് നേരിട്ട് സംസാരിക്കാൻ താല്പര്യമുണ്ട്. പല വിഷയങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് കാഷ്വലായിട്ട് ഒരു ചാറ്റിംഗ് പോലെ ഇവിടെ പറയുകയാണ് ഈ കാര്യങ്ങൾ. ആധികാരികമായിട്ട് ഈ വിഷയങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുണ്ട്. നിങ്ങളല്ലേ നിങ്ങളുടെ പണ്ഡിതന്മാരെ തന്നെ അപമാനിക്കുന്നവർ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അറിവ് നേടൽ എല്ലാ വിശ്വാസിയുടെയും മേൽ നിർബന്ധ ബാധ്യതയാണെന്നാണ് ഹദീസ്. ഈ ഹദീസിൽ പറഞ്ഞിരിക്കുന്നു, ആരെങ്കിലും അറിവ് നേടുന്നത് മറ്റുള്ള വിഡ്ഢികളോട് തർക്കിക്കാനോ അല്ലെങ്കിൽ പണ്ഡിതന്മാരോട് അടുക്കൽ വന്ന് നകളിപ്പ് കാണിക്കാനോ അല്ലെങ്കിൽ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനാണെങ്കിൽ അവന് നരകത്തിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഹദീസ് ലൈഫാണ്. ഇത് വായിക്കുന്നൊരു സാധാരണക്കാരന്, സാധാരണ പണ്ഡിതൻ നമ്മളോട് തർക്കിക്കും, മൗലാ കോഗ്നിഷനോട് തർക്കിക്കും, ഇത് ലൈഫാണ്, ഈ ഹദീസ് അംഗീകരിക്കാൻ പറ്റില്ല, ഇത് ലൈഫായ ഹദീസാണ്. പക്ഷേ ഈ വിഡ്ഢികൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, ഇത് ഈ ഹദീസ് പറഞ്ഞ കാര്യങ്ങൾ 100% സ്വഹീഹാണ്. കാരണം ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അഹങ്കാരത്തിൻ്റെയും അഹന്തതയുടെയും ഉദാഹരണങ്ങളാണ്. അഹങ്കാരം, ദുരഭിമാനം ഇതൊക്കെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതാണെന്നുള്ള സഹീഹായ വേറെ ഹദീസുണ്ട്. അപ്പം അതിൻ്റെ ഉദാഹരണങ്ങൾ എന്നുള്ള ആൾക്ക് ഈ ഹദീസ് സഹീഹായ ഹദീസാണ്. മനസ്സിലായില്ലേ? പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ കുരങ്ങന്മാർക്കും ഈ ഹിമാറുകൾക്കും, ഖുർആനിൽ കമസൽ ഹിമാറ എന്നാണ് പറഞ്ഞത്,
അതായത് ഹിമാറുകളോടാണ് അഹ്ലുൽ കിതാബിനെ കുറിച്ച് ഉപയോഗിച്ചത്, തോളിൽ ചാരി നടക്കുന്ന ആളുകളോട്, അതിലെന്താണ് കാര്യം മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളോട്. അപ്പോൾ ഹിമാർ എന്ന് പറഞ്ഞാൽ കഴുത, കുരങ്ങ്, ഈ രണ്ട് സ്വഭാവം കാണിക്കുന്ന ഇന്നത്തെ പണ്ഡിതന്മാരും അവർക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ ഇത് സഹീഹായ ഹദീസാണ്. കാരണം ഇത് ഹദീസിൻ്റെ ഇസ്നദ്, അതായത് ഇതിൻ്റെ ചെയിൻ, ഇത് റിപ്പോർട്ട് ചെയ്ത ചങ്ങല, അതിലുള്ള ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ കാരണം അത് ദഈഫാണെങ്കിൽ ഇതിൽ പറഞ്ഞിട്ടുള്ള അറിവ്, ജ്ഞാനം അത് സഹീഹാണ്. കാരണം ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ കിബറിൻ്റെ, അഹങ്കാരത്തിൻ്റെ, അതേപോലെ ദുരഭിമാനത്തിൻ്റെ, പ്രൈഡ് ആൻഡ് അരഗൻസ്, അതിൻ്റെ ഉദാഹരണങ്ങളാണ്. പ്രൈഡും അരഗൻസ്, ദുരഭിമാനവും അഹങ്കാരവും ഒരു വിശ്വാസിയിൽ ഒരുമിക്കില്ല എന്നുള്ള സ്വഹീഹായ ഹദീസുണ്ട്. അണുമണിത്തൂക്കം അഹംഭാവമുള്ളവൻ നരകത്തിൽ പ്രവേശിക്കും, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് ഹദീസ്, സ്വഹീഹായ ഹദീസുണ്ട്. അപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അഹംഭാവത്തിൻ്റെയും ദുരഭിമാനത്തിൻ്റെയും അഹന്തയുടെയും ഒക്കെ എന്താണ് ഉദാഹരണങ്ങളാണ്. അപ്പം സ്ത്രീകൾ പഠിക്കാൻ പറ്റുമല്ലേ? ആയിഷ റളിയല്ലാഹു അൻഹ ആയിരുന്നു പ്രധാന ഉസ്താദ് സ്വഹാബിമാരുടെ പല വിഷയങ്ങളും എന്ന് ഹദീസ് കാണാൻ പറ്റും. മുസ്ലിങ്ങളടുത്ത് ഉമർ ബിൻ ഉസ്മാൻ റളിയല്ലാഹു ഖലീഫയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാലത്ത് വരെ മുസ്ലിങ്ങൾക്ക് ഒരു ഖുർആനില്ല. അതായത് അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹും അവർ ഭരിച്ചിട്ടും ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഒരു ആളുകളുടെ ഇടയിൽ ഒരു ഖുർആനില്ല. ഒരു 4 ആളെടുത്ത് കൊണ്ട് കാണിച്ചു കൊടുത്തത് ഞങ്ങൾ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഖുർആനാണ് എന്ന് പറഞ്ഞൊരു ഖുർആനില്ല. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ കാലത്ത് ആരോ ഒന്ന് പോയി പറഞ്ഞു, വിശ്വാസികളുടെ നേതാവേ, ഉമീറുൽ മുഅ്മിനീൻ, ഈ സമൂഹത്തെ, മുസ്ലിം ഉമ്മത്തിനെ നിങ്ങൾ രക്ഷിക്കണം, മുസ്ലിം സമുദായത്തിനെ രക്ഷിക്കണം. അവർ ഖുർആനിൽ ഭിന്നാഭിപ്രായം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നതിന് നിങ്ങളെ രക്ഷിക്കണം. അപ്പോൾ ഉസ്മാൻ എന്ത് ചെയ്തു? അഫ്സ എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീയുടെ അടുക്കലേക്ക്, സഹാബിയുടെ അടുക്കലേക്ക്, അവൾ സ്ത്രീയാണ്, പെണ്ണാണ്, അവളുടെ അടുക്കലേക്ക് പറഞ്ഞു അവളുടെ അടുത്തുള്ള ഖുർആൻ കൊണ്ടുവരാൻ പറഞ്ഞു. അതായത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഏറ്റവും ആ കാലഘട്ടത്തിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഖുർആൻ്റെ കോപ്പി വരെ ആണുങ്ങൾ എടുക്കലില്ല. അതുള്ളത് അഫ്സ എന്ന് പറഞ്ഞുള്ള സ്ത്രീയുടെ അടുക്കലാണ്. അപ്പോൾ അവൾ ഖുർആൻ കൊണ്ട് കൊടുത്തു. ആ ഖുർആനെല്ലാം നോക്കിയിട്ടാണ് അങ്ങനെ ഖുർആൻ ഉസ്മാൻ്റെ പേരിൽ ക്രോഡീകരിക്കുന്നത്. അതായത് അബൂബക്കർ തങ്ങളുടെ കാലത്ത് ഖുർആൻ ആദ്യം ക്രോഡീകരിച്ചിട്ടുണ്ടെന്ന് വേറൊരു ഹദീസുണ്ട്, സ്വഹീഹായ ഹദീസുണ്ട് ബുഖാരിയിൽ തന്നെ. ആ ഖുർആൻ ക്രോഡീകരിച്ചിട്ടും അന്നും അത് പെർഫെക്റ്റ് ആയില്ല എന്നുള്ള തെളിവാണ് ഉസ്മാൻ്റെ കാലഘട്ടത്തിൽ റളിയല്ലാഹു അൻഹു വീണ്ടും ഒരു ഖുർആൻ ക്രോഡീകരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. മനസ്സിലായില്ല? അപ്പോൾ അഫ്സയുടെ ഖുർആൻ എടുത്താണ് പിന്നെ ക്രോഡീകരിക്കുന്നത്. അതായത് അബൂബക്കറിൻ്റെ ഖുർആൻ ഉമറിൻ്റെ കാലഘട്ടത്തിൽ ഉമറിന് കിട്ടി, ഉമറിൽ നിന്ന് അത് അഫ്സയുടെ കയ്യിലെത്തി. എന്നിട്ട് പോലും ഒന്നിലധികം നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഖുർആൻ്റെ കോപ്പി പുരുഷന്മാർ നേതൃത്വം നൽകുന്ന ഖിലാഫത്തിൻ്റെ ഓഫീസിൽ വരെ ഇതില്ല, നല്ലൊരു ഖുർആൻ്റെ ഒരു പെർഫെക്റ്റ് കോപ്പി ഇല്ല. അത് കൊണ്ടുവരുന്നത് അവിടുത്തെ ഒരു സ്ത്രീയുടെ ഗൃഹത്തിൽ നിന്നൊരു ഖുർആൻ്റെ കോപ്പി എടുത്ത് കൊണ്ടുവരികയാണ്. അങ്ങനെ ആ ഖുർആൻ ക്രോഡീകരിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി തയ്യാറാക്കി ഖുർആൻ ക്രോഡീകരിച്ചു. അതാണ് അന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ സ്ത്രീകൾക്കാണ് അന്ന് മുന്നോക്കമുള്ളത് ഖുർആൻ്റെ കാര്യത്തിൽ. അതിപ്പോൾ ഇന്നാണ് ഈ സംഭവം നടക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ AP അബൂബക്കർ മുസ്ലിയാരാണ് എന്തെന്ന് അറിയാം, ഉസ്മാൻ, ഖാലിഫ് ഉസ്മാൻ. അപ്പോൾ മുഹമ്മദ് നബി വഫാത്തായി. അപ്പോൾ അതിനുശേഷം ഒരു വിഭാഗം APK എന്ന് പറയുമ്പോൾ പോലെ ഒരു മുജാഹിദ് ജമാഅത്ത് അറിയ പോലെ വിഭാഗങ്ങളായി നിൽക്കുന്ന സമയമാണ് ഉസ്മാൻ്റെ കാലഘട്ടം. കുറേ ഗ്രൂപ്പുകളുണ്ട്. ഖവാരിജുകൾ, ഇമാം അലീൻ്റെ ഗ്രൂപ്പ്, പിന്നെ ഖുറൈശികളുടെ ഒരു ഗ്രൂപ്പ്, അത് ഉമറിൻ്റെ ഒരു ഗ്രൂപ്പ്, ഉസ്മാൻ്റെ ഒരു ഗ്രൂപ്പ്, അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഒരു ഖുർആൻ ക്രോഡീകരിക്കണം. അബൂബക്കർ AP അബൂബക്കർ മുസ്ലിയാരാണ് 3ാമത്തെ ഖലീഫ എങ്കിൽ. അപ്പം അബൂബക്കർ മുസ്ലിയാർ എടുത്തൊരു ഒറിജിനൽ ഖുർആനില്ല. അദ്ദേഹമാണ് ദീനിൻ്റെ നേതാവ്. അദ്ദേഹത്തിൻ്റെ മറ്റുള്ള ക്ലോസ് അനുയായികളെടുത്ത് ആരെടുത്തില്ല. ഈ സമസ്തക്ക ചേളാറിയില്ല നല്ലൊരു ഖുർആൻ. അങ്ങനെ ഖുർആൻ്റെ ഒരു കോപ്പി കിട്ടാൻ വേണ്ടി സൈനുദ്ദീൻ മഖ്ദൂമാണ് പ്രവാചകൻ എന്ന് വിചാരിക്കുക. സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ കുടുംബത്തിലൊന്നും ഖുർആനില്ല. അങ്ങനെ അഫ്സയുടെ അടുക്കൽ, അതായത് AP അബൂബക്കർ മുസ്ലിയാർക്ക് മുൻപുള്ള പണ്ഡിതനുണ്ടല്ലോ, അതിന് മുൻപുള്ള ആളെ വീട്ടിലാണ് ഖുർആനുള്ളത്. ആളെ വീട്ടിലുള്ള സ്ത്രീൻ്റെ അടുത്താണ് ഖുർആനുള്ളത്. അത് കൊണ്ടുവന്നിട്ട് അവർ പഠിച്ചിട്ട് ഖുർആൻ ക്രോഡീകരിക്കുകയാണ്. ആ രംഗങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് അന്നത്തെ സ്ഥിതി. അന്ന് ഈ സഹാബികൾ അത്ര ഖുർആന് പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ, അബൂബക്കർ ഉമറും പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ ഖുർആൻ ഇത്രയും വലിയ ധാരാളം കോപ്പികൾ ഉണ്ടാകുമായിരുന്നു.
ഒന്നിലധികം, അല്ലെങ്കിൽ ഖലീഫയുടെ ഓഫീസിൽ തന്നെ ഒരു കോപ്പി ഉണ്ടാകുമായിരുന്നു ഖുർആൻ്റെ. പക്ഷേ എവിടെ പോയി ഖുർആൻ ആർക്കും അറിയില്ല. അപ്പോൾ സ്ത്രീകൾക്കാണ് അന്നും എന്നുള്ളത് മുന്നോക്കമുള്ളത് ഖുർആൻ്റെ കാര്യത്തിലായാലും ഹദീസിൻ്റെ കാര്യത്തിലായാലും. അതൊരു അത്ഭുതകരമായ കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ പണ്ഡിതന്മാർ, പിൽക്കാല പണ്ഡിതന്മാരുടെ ഫത്വകൾ സ്ത്രീകളെ വിദ്യാഭ്യാസം നേടാൻ പാടില്ല, അതുവരെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളവരെ ഫോളോ ചെയ്യുന്നില്ല, നിങ്ങളെ പണ്ഡിതന്മാരുടെ ഫത്വകളും ആദർശങ്ങളൊന്നും. നിങ്ങൾ ബറേൽവി, സുന്നി, ഷാഫി എന്ന് പറഞ്ഞ മനസ്സിലെടുക്കുക. തെരീക്കത്തുകാരോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ ശരീഅത്ത് സംരക്ഷിക്കണം, ഇങ്ങനെ ശരീഅത്തിനെതിരാണ്, അതല്ലെങ്കിൽ മറ്റേ ശരീഅത്തിന് പുറത്താണെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും. അതാണ് നിങ്ങളുടെ അവസ്ഥ.